ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു ട്രയാങ്കിൾ എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് പ്ലസ് ലവ് സ്റ്റോറിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കഥാനായകൻ നായികമാരെന്ന് പറയുന്നത് അറോറ, കമറുദ്ദീൻ, പാറു എന്നിവരാണ്. പാറുവിന് കമറുദ്ദീനോട് ഇഷ്ടമുണ്ട്. അറോറ കമറുദ്ദീൻ തമ്മിലുള്ള ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറുമ്പോൾ അത് പാറുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അറോറ എന്നാണ് നമ്മുടെ പാറു വിചാരിച്ചിരിക്കുന്നത്. പാറുവിന് കമറുദ്ദീനോട് ഇഷ്ടമുള്ളതുകൊണ്ട് മിക്കവാറും പാറു തന്നെ ചാക്കിലാക്കി കൊണ്ടുപോകും കമറുദ്ദീനെ. അതിനുള്ള കഴിവ് പാറുവിനുണ്ട് എന്ന് പറയാതെ വയ്യ. ഇതൊന്നും അല്ലാത്ത വേറൊരു പ്രണയം കൂടെയുണ്ട് വിയാനയും FJയും തമ്മിൽ. അതിനി എന്താവുമെന്ന് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്രാവശ്യത്തെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ BB ക്ലാസിക്കൽ ടാസ്ക് ആയ BB റെസിഡൻഷ്യൽ സ്കൂളാണ്. സ്റ്റുഡൻസ് ആയവർക്ക് +1 +2 കാലഘട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചേഴ്സ് ഉണ്ട്, വാർഡനുണ്ട്, പ്രിൻസിപ്പളുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് വിക്രം നല്ല രീതിയിൽ ആ ക്യാരക്ടർ പിടിച്ചു പോകുന്നുണ്ട്. സാന്ദ്ര വികൃതി കുട്ടിയായിട്ട് നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അറോറ ആയിക്കോട്ടെ കമറുദ്ദീൻ ആയിക്കോട്ടെ അവരുടെ ആ കോംബോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സാർ എന്ന രീതിയിൽ അമിത് നല്ല രീതിയിൽ ആ ക്യാരക്ടർ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ പിടിച്ചു പോകുന്നുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി പെർഫോമൻസ് ഒരു ആവറേജിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയത് വിയാനേനെയാണ്. അത്യാവശ്യം പെർഫോം ചെയ്യാൻ നോക്കുന്നുണ്ട്. മേ ബി നാളെയൊക്കെ കുറച്ചും കൂടെ പിക്കപ്പായി വന്നേക്കാം. ഒട്ടും പെർഫോം ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നിയത് പ്രജിനെയാണ്. പ്രിൻസിപ്പളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ പുള്ളി അത് ചെയ്യുന്നതായിട്ടൊന്നും കാണാനിടയായില്ല. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. നമുക്ക് നാളെ എന്താവുമെന്ന് കണ്ടറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.